ഹലോ ഫ്രണ്ട്സ്, അലീന മനുവിൻ്റെയും ഇന്നത്തെ പ്രൊമോ വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ അലീന ആ ശരണി കിടക്കുന്ന റൂമിലേക്ക് കയറി പോവുകയാണ്. ആ പോകുമ്പോഴത്തെ തന്നെ കഥ തുറന്ന് കയറുമ്പോഴത്തെ തന്നെ അത് അടഞ്ഞ് ഇരുൾ മാത്രം നിൽക്കുന്ന ഒരു റൂമിലേക്കാണ് കയറി പോകുന്നത്. അതായത് അത്രമാത്രം ഇരുട്ടിൽ കിടക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ശരണ്യ നിന്ന് ഇപ്പം. അതായത് നേരത്തെ പോലെയല്ല, നല്ല ആക്റ്റീവായിട്ടിരുന്ന ഒരു വ്യക്തിയെ പോലല്ല ഇപ്പോഴത്തെ സാഹചര്യം. തൻ്റെ ജീവിതം ഇരുളടഞ്ഞ് തൻ്റെ ജീവിതം തീർന്നു എന്ന് മനസ്സിലാക്കി തന്നെ ചിന്തിച്ചു കൂട്ടി അങ്ങനെ ഒരു ഇരുളടഞ്ഞ റൂമിലേക്ക് ഒതുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ശരണ്യ. അപ്പോൾ അവളെ ആ വ്യക്തിയിലേക്കാണ് നമ്മുടെ അലീന ചെല്ലുന്നത്. അലീന ചെന്നിട്ട് കയറി കട്ടിലെ അടുത്തിരുന്നിട്ട് നമ്മുടെ തലയൊക്കെ ഒന്ന് തലയോടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്താണ് പറ്റിയത്, നീ എന്താ ഇങ്ങനെ ആയി പോകുന്നത്, എന്താ നിൻ്റെ വിഷമം, നീ എഴുന്നേറ്റ് വാ, നീ ഇങ്ങനെ ഇരിക്കാനുള്ള വ്യക്തിയല്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേപ്പിച്ച് കെട്ടിപ്പിടിച്ച് നല്ല ആശ്വസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ വീഡിയോ കാണുന്നതാണല്ലോ. അങ്ങനെ ആശ്വസിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, നിൻ്റെ വിഷമം എന്ത് തന്നെയാണെങ്കിലും മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. മാത്രമല്ല, എനിക്കിനി ജീവിതത്തിലേക്ക് തിരിച്ച് കടക്കാൻ പറ്റത്തില്ല ചേച്ചി, എനിക്കിങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം എന്നെ എങ്ങനെയായി സമൂഹം കാണുന്നതെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നീ ഒന്നും ചിന്തിക്കണ്ട, നിന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന ചിന്താഗതി മാത്രം ഓർത്താൽ മാത്രം മതി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് തെറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേര് നല്ലവരായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്തിനാ നീ കാരണം നിന്നെ പിച്ച് ചെയ്തവർ അല്ല നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ ഈ സമൂഹത്തിൽ കാരണം നടക്കുന്നുണ്ട്. അവരും അവരുടെ കുടുംബവും കാരണം തെറ്റ് ചെയ്തൊരു പിന്നെ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആവർത്തിച്ച് ചെയ്തൊരു ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. പിന്നെ നിനക്കെന്താ കാരണം നിന്നെ ഇല്ലാതാക്കിയ വ്യക്തി ഇപ്പം ജയിലിൽ കിടപ്പുണ്ട്. പക്ഷേ അവനെ നാളെ കാശ് കൊടുത്ത് ഇറക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അപ്പോഴും പോയത് മുഴുവൻ നിനക്കായിരിക്കും. നീ അവരുടെ മുമ്പ് എഴുന്നേറ്റ് നടക്കണം, എഴുന്നേറ്റ് ജീവിക്കണം, ജീവിച്ച് കാണിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെയുള്ള വാക്കുകളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം, നീ എഴുന്നേറ്റ് എത്ര ദിവസം, അതായത് ശരണ്യ ഹോസ്പിറ്റലിൽ വന്നിട്ട് 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, വീട് തുറക്കുന്നില്ല, അല്ല വാതിൽ തുറക്കുന്നില്ല, ഒന്നിനും. അത് തൻ്റെ മുടി പോലും ഒന്നും ചുവന്നേരൊന്നും കെട്ടി വെക്കാനൊന്നുമില്ല. അതേ ഇട്ട ഡ്രസ്സ് പോലെ തന്നെ ഇട്ട് കിടക്കുന്നൊരവസ്ഥയാണ്. മാത്രമല്ല എന്നിട്ട് അലീന പറയുന്നുണ്ട്, മോളെ നീ നിൻ്റെ അച്ഛനെ നോക്കി അമ്മയെ നോക്കി, ഇവർ രണ്ടുപേരും മാറി ചെയ്യുന്നതായിട്ടുള്ള അവർ മാറി ഓരോ കോണിലിരിക്കുകയാണ്. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവരാകെ വിഷമിച്ചിരിക്കുക. നീ എന്തിനാ ഇങ്ങനെ കാണിക്കും, നീ കാരണം അതായത് നിനക്കൊരു ഇൻസിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ അത് അംഗീകരിക്കാൻ നിൻ്റെ അച്ഛനും അമ്മയും ആങ്ങളും തയ്യാറാണ്. കാരണം നിൻ്റെ അനിയൻ്റെ പഠനം പോകുന്നു, നിൻ്റെ പഠനം പോകുന്നു, എന്തൊക്കെയാണ്. കാരണം ഇത് ഒന്നും നടന്നില്ലെന്ന് മാത്രം നീ മനസ്സിൽ ചിന്തിക്കുക. എന്തേലും ദൈവം കാണാതിരിക്കത്തില്ലേ, തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കും. ഞാനുണ്ട് മോളെ, നിൻ്റെ കൂടെ നിൽക്കാൻ ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാം, മോളെ നീ എഴുന്നേക്ക്, വല്ലതും കഴിക്കട്ടെ, ഭക്ഷണം കഴിക്കട്ടെ. കാരണം നിന്നെപ്പോലെ തന്നെ ഞാനും ഒരു ഇൻസിഡൻറ്റ് പറ്റിയത്. പക്ഷെ അന്ന് ഞാനൊരു ധൈര്യം കാണിച്ചു അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. പക്ഷെ നിനക്ക് ധൈര്യം കാണിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ നീ ഒരു 3 പേരെ നീ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഇടയ്ക്കാണ് നീ പറ്റിപ്പോയത്. നിനക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിപ്പോയത്. എന്തായാലും കുഴപ്പമില്ല, നടന്നു. ഇനി നീ അത് ഓർത്തിരിക്കരുത്, എഴുന്നേറ്റ് വാ മോളെ. ഒരുപാട് പേര് നിൻ്റെ ജീവിതം കണ്ട് പഠിക്കാനും നീ പലരും മോട്ടിവേഷനായി തീരണം. അതായത് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ആൾക്കാർ ഒരുപാട്, വ്യക്തിഗത പെണ്ണുങ്ങൾ, സ്ത്രീകൾ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരുടെ മധ്യ നീ എഴുന്നേറ്റ് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവരും ഉയർന്ന രീതിയിൽ വരുത്തുള്ളൂ. നീ അങ്ങനെ ഒരു പ്രചോദനമാകണം എന്നുള്ളത് പറയുമ്പോഴത്തേക്ക്, ഇല്ല, എന്നെ ഈ സമൂഹത്തിൽ കാണുന്നത് വേറെ രീതിയിലാണ്, എൻ്റെ മീഡിയയും ഇവരെല്ലാം ഒന്നുമില്ല മോളെ, നീ എന്തിനാ അങ്ങനെ പറയുന്നത്. കാരണം അതായത് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ 1 ആഴ്ച അല്ല 2 ആഴ്ച, ഇതിൽ കൂടുതലൊന്നും ആകത്തില്ല. നിൻ്റെ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി, അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിത്തിരിച്ച് നമ്മുടെ ജീവിതത്തിന് ഇറങ്ങിത്തിരിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നീ കാരണം നിൻ്റെ അച്ഛനും അമ്മയും ആങ്ങളും എല്ലാം ഈ വീട്ടിൽ തന്നെ നിൻ്റെ ഒരു നല്ല വരവിന് വേണ്ടി കാത്തിരിക്കണം. അന്ന് നീ എഴുന്നേറ്റേ പറ്റൂ, നീ ജീവിച്ചേ പറ്റൂ. കാരണം കൂടെ ഞാനുണ്ട്. അത് തെറ്റ് ചെയ്ത് ആരാണെങ്കിലും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ അങ്ങേയറ്റം വരെ ഞാനും നിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാമോ ആളെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടൊക്കെ അലീന മോള് അങ്ങോട്ട് നമ്മുടെ നെടുമുറി വീട്ടിൽ വരുവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അച്ഛനോട് പറയണം, അച്ഛാ ഞാനവിടെ പോയി എന്ന് പറയാം. എന്നാൽ ഇത് ഓൾറെഡി കണ്ടല്ലോ, കാരണം ഇപ്പോൾ ന്യൂസിലോ ഇതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അവളുടെ തലയിൽ കൂടെ ഈ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്ന അല്ല പെട്രോളൊക്കെ ഒഴിക്കുന്നതായിട്ടുള്ളൊരു സീൻ കണ്ടിട്ടുണ്ട്. ഉടനെ പറയുന്നുണ്ട്, നീ എന്തിനാ ഞാൻ പറയുന്നത് കേട്ടിട്ട് കേൾക്കാത്ത രീതിയിൽ പോയില്ല, അതുകൊണ്ട് ഇപ്പോൾ എത്ര വിഷയങ്ങളുണ്ടായി അതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അച്ഛാ അതല്ല അച്ഛാ, എനിക്ക് ആ കൊച്ചിനെ കണ്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ 2 പിള്ളേരുണ്ട് ഇവിടെ, ഈ ബബിതയുണ്ട്, കൃഷ്ണമോളുണ്ട്. അവർക്കായി സംഭവം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും. അതുകൊണ്ട് ആ സ്ഥാനത്ത് തന്നെ നിന്ന് കണ്ടേ പറ്റൂ. തെറ്റുകാരാണെങ്കിലും ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നതിനും പറയുന്നുണ്ട്, മോളെ ശരിയാണ്, നീ പറയുന്നത് ശരിയാണ്. പക്ഷേ
നീ ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയതുപോലെ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ? ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ എനിക്കറിയത്തില്ല. അപ്പം നിന്നെ തേടി ഇവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറയുക. അപ്പം അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് പോലീസുകാർ പുറത്ത് വന്ന് നിൽക്കുകയാണ്. പുറത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇത് അലിനെ പോയി നോക്കുകയാണ്. ഇതാരാ എന്താണ് നോക്കുമ്പോൾ പോലീസുകാർ വന്നപ്പോഴത്തേക്ക് എന്നിട്ട് അലിനെ പറയുന്നുണ്ട്, ഇനി ആരെ കൊടുക്കാനാണ് ഇവന്മാർ വരവെന്ന് ആലോചിക്കുക. അതുകൊണ്ട് അകത്ത് കയറി വലഞ്ചന പറഞ്ഞു, അച്ഛാ അതേണ്ട പോലീസുകാർ വന്ന് ഇപ്പോൾ എന്ന് പറയും. അപ്പം പോലീസുകാർ വന്നിട്ട് ചോദിക്കും, ഇവിടെ അലീന ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ, അല്ല അലീനെ കൊല്ലാൻ വേണ്ടി അവർ പെട്രോളും കാര്യങ്ങളൊക്കെ ഒഴിച്ചായിരുന്നല്ലോ, അപ്പോൾ അവനൊരു സംരക്ഷണം തരാൻ വേണ്ടി, അത് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി ഞങ്ങൾ വന്നത്. നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ട, ഞങ്ങളുടെ രീതി ജീവിച്ചോളാം എന്ന് പറയുന്നൊരു സീനാണ് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണുന്നത്. അടുത്ത ദിവസം നാളെ രാവിലെ തന്നെ നമ്മുടെ ഫുൾ വിശേഷമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അത് ഈ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ല കാണുന്നില്ല ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ചാനൽ കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.